CBSE 9-10 ക്ലാസുകളിലെ മൂന്നാം ഭാഷാ പരിഷ്കരണത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ. ഒരു വിദേശ ഭാഷയും 2 ഇന്ത്യൻ ഭാഷയും പഠിക്കണമെന്ന നിബന്ധനയാണ് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാകുന്നത്. 8ാം ക്ലാസ് വരെ വിദേശ ഭാഷകൾ പഠിച്ച കുട്ടികൾ പ്രതിസന്ധിയിലാണ്. ഭാഷാ വിദഗ്ധരായ അധ്യാപകരുടെ ലഭ്യതക്കുറവും ബുദ്ധിമുട്ടാകുന്നു. ലേബി സജീന്ദ്രൻ ചേരുന്നു. ലേബി, ഒന്നിന് പുറകെ ഒന്നായി വിദ്യാർത്ഥികളെ ഇങ്ങനെ വലയ്ക്കുകയാണല്ലേ? ഇതെന്തൊരവസ്ഥയാണെന്ന് ചോദിച്ചു പോവുകയാണ് നമ്മുടെയൊക്കെ കുട്ടികൾ. ഇതിപ്പോ ഈ ഭാഷ അതുമായി ബന്ധപ്പെട്ട അധ്യാപകർ തന്നെ ഇല്ലല്ലോ പഠിപ്പിക്കാനല്ലേ? എന്താണ് നിലവിലെ സാഹചര്യം? റോഷ്നി, അവധാനതയില്ലാതെ CBSE ഇങ്ങനെ ഓരോരോ പരിഷ്കാരങ്ങൾ നടത്തുന്നതാണ് വിദ്യാർത്ഥികളെ തുടർച്ചയായി വലച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിലെ പിഴവിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് സിലബസിലേക്ക് വന്നിരിക്കുന്നത്. അതായത് നിലവിൽ 8ാം ക്ലാസ് വരെ സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. ആദ്യ ഭാഷയായി ഇംഗ്ലീഷ് പഠിക്കുന്നു. 2ാം ഭാഷയായി അവർക്ക് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വിദേശത്തേക്ക് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികൾ പലരും ഇപ്പോൾ ഫ്രഞ്ച്, ജർമ്മൻ, അതുപോലെ സ്പാനിഷ് ഭാഷകളൊക്കെയാണ് സെക്കൻഡ് ലാംഗ്വേജായി പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CBSEയുടെ പുതിയ സർക്കുലർ പ്രകാരം തേർഡ് ലാംഗ്വേജ് 3 ഭാഷകൾ, അതിലാദ്യം ഇംഗ്ലീഷ് പഠിക്കുന്നു. പിന്നെയുള്ള 2 ഭാഷകളും അതായത് ഇന്ത്യൻ ഭാഷയിൽ തന്നെ വേണം. പ്രാദേശിക ഭാഷയാകാം. ഇന്ത്യക്കുള്ളിലുള്ള 2 ഭാഷകളാണ് പിന്നീട് പഠിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഈ സ്പാനിഷോ ജർമ്മനോ ഫ്രഞ്ചോ അടക്കമുള്ള വിദേശ ഭാഷകളൊന്നും പഠിക്കാൻ സാധിക്കാതെ വരുന്നു, ഇംഗ്ലീഷ് ആദ്യ ലാംഗ്വേജായി എടുത്തു കഴിയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ 8 വരെ ഈ ഭാഷ പിന്തുടർന്ന് വന്ന കുട്ടികൾ പെട്ടെന്ന് 9-10 ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളവും സംസ്കൃതമോ അല്ലെങ്കിൽ ഹിന്ദിയോ വേറൊരു ഭാഷ എടുക്കേണ്ടി വരുന്നു. കർണാടകത്തിലാണെങ്കിൽ കന്നഡ, മറ്റേ ഏതെങ്കിലും ഒരു ഭാഷ, അങ്ങനെ ഓരോ സംസ്ഥാനത്തും അങ്ങനെ എടുക്കേണ്ട സാഹചര്യമാണ് വരുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾ ധാരാളമാണ്. ഫ്രഞ്ചും ജർമ്മനും സ്പാനിഷും ഒക്കെ എടുക്കുന്ന കുട്ടികൾ ധാരാളമാണ്. ഇവർ ഇനി എന്ത് ചെയ്യും എന്നുള്ള വലിയൊരു പ്രതിസന്ധിയാണ് 9-10 ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴുള്ളത്. മാത്രമല്ല, കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ക്ലാസ് ഏപ്രിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലർ വരുമ്പോൾ അവർ പുസ്തകം വാങ്ങിച്ചു കഴിഞ്ഞു. പുസ്തക വിതരണശാലകളുമായുള്ള സ്കൂളുകളുടെ കരാറ്, ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഇതിന്റെ പിന്നിലുണ്ട്. അതുകൂടാതെയാണ് ഇത്തരം ഭാഷകൾ പെട്ടെന്ന് ഓപ്റ്റ് ചെയ്യുമ്പോൾ അത് പഠിപ്പിക്കാനുള്ള അധ്യാപകരുടെ ഷോർട്ടേജ്. സ്വാഭാവികമായും പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ അതാത് സ്കൂളുകളിലുണ്ടാകും. എങ്ങനെയാണ് ഈ അധ്യാപകരെ പെട്ടെന്ന് കണ്ടെത്തുക? ഇതൊക്കെ പെട്ടെന്ന് ഒട്ടും ആലോചനാശേഷിയില്ലാതെ പെട്ടെന്നാണ് ഓരോ തീരുമാനങ്ങൾ ഇത്തരത്തിൽ CBSE ബോർഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തിക്തഫലമാണ് ഇപ്പോൾ ഈ തേർഡ് ലാംഗ്വേജിന്റെ കാര്യത്തിലും വന്നിരിക്കുന്നത്. 2-3 ഭാഷകളുടെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. വലിയ പ്രതിസന്ധി സ്വാഭാവികമായും ഈ വിദേശ ഭാഷകൾ പഠിച്ച് 8 വരെ എത്തിയ കുട്ടികൾക്ക് 9-10 ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകും. റോഷ്നി, ലേബി, ഈ +2 കുട്ടികൾ തന്നെ ഒരു വലിയ പ്രതിസന്ധിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അവരൊക്കെ പലരും നമ്മളോട് ഇങ്ങനെ പ്രതികരണം പറയുന്നു. ഇതിപ്പോ 9-10 എന്നൊക്കെ പറയുന്നത് അവരുടെ ഈ വിദ്യാഭ്യാസ ഇതിൽ തന്നെ വളരെയധികം നിർണായകമായിട്ടുള്ള വർഷങ്ങളാണ്. അപ്പോൾ അതിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇത് ഏത് ഘട്ടമായാലും, ഇപ്പോൾ 10 ആയാലും +2 ആയാലും ഒക്കെ തുടർന്നുള്ള ഇവരുടെ പഠനത്തെ പോലും ബാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. റോഷി, തീർച്ചയായും എത്ര ജാഗ്രതയില്ലാതെയാണ് ബോർഡ് കുട്ടികളുടെ ഭാവി വെച്ച് കൈകാര്യം ചെയ്യുന്നത്, ഇങ്ങനെ കളിക്കുന്നത്. കാരണം 10ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് എത്രത്തോളം ആശങ്കയുണ്ടാവും. 9-10 ഉള്ള കുട്ടികൾക്ക് ആ ബോർഡ് എക്സാം എഴുതേണ്ടതിൻ്റെ ഒരു ആശങ്ക 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇതൊക്കെ മറികടക്കാനുള്ള ഒരു സമയവുമില്ല. ഇതിൽ വലിയ ആശങ്കയാണ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, CBSE +2 പരീക്ഷയുടെ കാര്യമാണെങ്കിൽ ഈ മൂല്യനിർണ്ണയത്തിലെ പിഴവ്, അതിൻ്റെ കോപ്പി കുട്ടികൾ കയ്യിലെടുത്ത് വച്ചിരിക്കുകയാണ്. കോപ്പി കിട്ടിയ കുട്ടികൾക്കെല്ലാം വലിയ വ്യത്യാസമാണ് മാർക്കുമായിട്ടുള്ളത്. അവർക്ക് പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള ദിവസം ഇന്ന് രാവിലെ മുതലെന്നാണ് CBSE ബോർഡ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ നിമിഷം വരെ ഒരാൾക്ക് പോലും റീവാലുവേഷന് കയറാൻ സൈറ്റ് ഇതുവരെയും സജ്ജമായിട്ടില്ല. ഒരാൾക്ക് പോലും റീവാലുവേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷനാണ് ഇപ്പോഴുമുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര മോശമായ ഒരു അവസ്ഥയിലേക്കാണ് CBSE അത് ഹൈസ്കൂളിലേക്ക് വന്ന കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും +2 കഴിഞ്ഞു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണെങ്കിലും CBSE ബോർഡ് എടുക്കുന്നത്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനത്തിന്റെ ഒരു മാർക്ക് കൂടിയാണത്. ഒട്ടും ജാഗ്രതയില്ലാതെ OSM നടപ്പാക്കുന്നു. ഒട്ടും ജാഗ്രതയില്ലാതെ 9-10 ക്ലാസ്സുകളിലെ ഇത്തരം ഭാഷാ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നു. ഒരു ജാഗ്രതയുമില്ലാത്ത നടപടികൾ ഇങ്ങനെ തുടർച്ചയായി CBSE ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു ആലോചന, കുറച്ചുകൂടി ഒരു അവധാനതയോടുകൂടിയുള്ള പെരുമാറ്റം, ആലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി ഇങ്ങനെ തുലാസിലാടുകയില്ലായിരുന്നു. റോഷ്നി, ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇത് സംബന്ധിച്ചും CBSEയുടെ വിശദീകരണം വരേണ്ടതുണ്ട്. ഇതിലെന്താണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്ന് സംബന്ധിച്ച് വിദ്യാർത്ഥികളും വരും മണിക്കൂറുകളിലുമൊക്കെയും ഇതുവരെയും നമ്മളോട് പ്രതികരിച്ചതുമാണ്.